തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമിഴഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായ ജോയിയെ കാണാതായിട്ട് ഇന്ന് 2ാം ദിവസം. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ? ഇപ്പോൾ പരിശോധന കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂബ ടീം അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. 2 സൈഡിലും ഒരുപോലെ പരിശോധന നടത്താൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ഇന്നലെയും പൂർണ്ണമായും ഉണ്ട്, ഇന്നും പൂർണ്ണമായി നമ്മളെല്ലാവരും നിൽക്കുന്നുണ്ട്. അത് നഗരസഭ മാത്രമല്ല, കേരള ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീമും അതുപോലെ തന്നെ പോലീസും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിമർശിക്കേണ്ട കാര്യമല്ലല്ലോ. നമ്മൾ ബോധപൂർവം ആ പ്രവർത്തനം ചെയ്യാതിരിക്കില്ലല്ലോ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് റെയിൽവേ എടുക്കുന്ന സമീപനം, അത് നേരത്തെ രാവിലെ മിനിസ്റ്റർ യോഗത്തിനകത്ത് സൂചിപ്പിച്ചു. റെയിൽവേ മാലിന്യം കൂടുതൽ പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളത് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആ ഒരു ഗ്യാപ്പിൽ ഒരു ഭാഗത്ത്, ഈ ടണൽ വരുന്ന ഭാഗത്ത് മാലിന്യം കൂടിക്കിടക്കുന്നതാണ് പ്രശ്നം. അത് രാവിലത്തെ യോഗത്തിനകത്തെ തീരുമാനം ഇപ്പോൾ നിലവിലുള്ള കരാറ് പ്രകാരം റെയിൽവേ മാറ്റുക എന്നുള്ളതാണ്. അത് അവരെത്രത്തോളം അടിയന്തരമായി ക്ലിയർ ചെയ്തിരുന്നു, കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഈ കാര്യത്തിലേക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നമ്മൾ ജെൻ റോബോട്ടിക്സിൻ്റെ സിഇഒയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, അവരുടെ ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു മനുഷ്യ ശരീരം പോലെ എന്തോ ഒരു വസ്തു ദൃശ്യമായിരുന്നു അവരുടെ റോബോട്ടിക് ക്യാമറയിൽ. പക്ഷേ അതെന്താണെന്ന് വ്യക്തമാകുന്നില്ല. അത് മനുഷ്യ ശരീരമാണോ, അത് ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരമാണോ, അല്ലെങ്കിൽ എന്താണത്, അല്ലെങ്കിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതാണോ എന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ പിന്നീട് അത് അദൃശ്യമാവുകയായിരുന്നു. എന്താണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ പരിധി കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ദൂരത്തേക്ക് അവരുടെ റോബോട്ടിക് ക്യാമറ കണ്ണുകൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സ് ആയിക്കോട്ടെ, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജും എല്ലാവരും എത്തിയിട്ടുണ്ട്. രാവിലെ 7-ന് ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരം റെയിൽവേയുടെ 3ാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിലൂടെ ഇറങ്ങിയുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതും എത്രത്തോളം സജീവമായിട്ട് അത് നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം കൃത്യമായിട്ട് നടത്താൻ സാധിക്കുമെന്നത് വ്യക്തമല്ല. കാരണം മാലിന്യം തന്നെയാണ് അതിന് കാരണമായി, അല്ലെങ്കിൽ അതിനൊരു തടസ്സമായി നിൽക്കുന്നത്. അത്രത്തോളം മാലിന്യം നീക്കം ചെയ്ത ശേഷം മാത്രമേ ആ മാൻഹോളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും സ്ക്യൂബ ഡൈവേഴ്സും എല്ലാവരും തന്നെ സജീവമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാലിന്യം നീക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേയർ പറയുന്നത് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, പക്ഷേ ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ജോയിക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പരമാവധി കഴിഞ്ഞ ദിവസത്തിനേക്കാൾ കൂടുതൽ ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേയറും മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും തന്നെ നിലവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കാണാം, എൻ്റെ പിന്നിലായി നോക്കുകയാണെങ്കിൽ നിറയെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ജോയ് എവിടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇനി ജീവനോടെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളൊരു ദുഃഖകരമായ ഒരു ചിന്തയാണിപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സിന് പരിധികൾക്കപ്പുറമാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം അവർക്ക് ഈ മാലിന്യങ്ങൾ നീക്കാതെ ഈ ടണലിനുള്ളിലാണ് ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത്. അപ്പോൾ ടണലിനുള്ളിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ മാലിന്യങ്ങൾ നീക്കാതെ അതിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. 20 മീറ്റർ 30 മീറ്ററൊക്കെ മുന്നോട്ട് പോയി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ കണ്ടുവരുന്നത്. കാരണം അത്രത്തോളം മാലിന്യം കട്ട പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ടണലിനുള്ളിലേക്ക് കയറുമ്പോൾ ഇരുട്ടും അതുപോലെ ഓക്സിജൻ്റെ അളവൊക്കെ വളരെ കുറവാണ്. സാധാരണ വെള്ളത്തിലിറങ്ങുന്നവരാണ് സ്ക്യൂബ ഡൈവേഴ്സ്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ അതുപോലെ കുമിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യ പ്ലാന്റിനേക്കാളും അധികം
മാലിന്യങ്ങൾ ഉണ്ടെന്ന് പറയാവുന്ന അത്ര മോശമായൊരു അവസ്ഥയിലാണ് ഈ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഈ സ്ക്യൂബ ഡൈവേഴ്സ് ആയിക്കോട്ടെ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ അവർക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 70ഓളം അല്ലെങ്കിൽ അത്രത്തോളം ഉദ്യോഗസ്ഥർ കിഴഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയെ കണ്ടെത്താനായി, ജോയ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ആ ഒരു തൊഴിലാളിയെ കണ്ടെത്താനായി. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ പ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടെത്താനാകും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെ ഇപ്പോഴും പ്രവർത്തനം സജീവമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.